ഹായ് ഹലോ ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽ ഹബ്തൂർ ഗ്രാൻഡ് റിസോർട്ടിലാണ്. അപ്പം ഇന്നത്തെ വ്ലോഗിൽ ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഒരു വീക്കെൻഡിലെ നമ്മുടെ വിശേഷങ്ങളുമാണ് കാണിക്കുന്നത്. മാരിയറ്റിൻ്റെ തന്നെയാണ് അൽ ഹബ്തൂർ ഗ്രാൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് JBRലാണ്. ഇവർക്ക് പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. പിന്നെ ദുബായ് മറീനയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു റിസോർട്ടും കൂടിയാണ് അൽ ഹബ്തൂർ. ട്രഡീഷണൽ എമറാത്തി സ്റ്റൈലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. നല്ല എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ കൂടിയാണ് അൽ ഹബ്തൂർ. ഈ റിസോർട്ട് എന്ന് പറയുന്നത് മേജർ അട്രാക്ഷൻസ് ആയിട്ടുള്ള എയിം ദുബായിയുടെയും JBR വാക്കിൻ്റെയും ദുബായ് മറീന മാളിൻ്റെയും ക്ലോസ് ആയിട്ടാണുള്ളത്. സോ നമുക്കിവിടെ നിന്ന് ഇത് മൂന്നും ആക്സസ് ചെയ്യാം. ഇതാണ് ഇവരുടെ ലോബി ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ എമറാത്തി സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഭയങ്കര ലാർജാണ്. പിന്നെ ചെറിയൊരു മജ്ലിസ് പോലെ ഉള്ളൊരു ചെറിയൊരു ഏരിയയും കൂടെ ഇവിടെയുണ്ട്. ലോബി ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴുള്ള കോറിഡോറിൻ്റെ സൈഡിലായിട്ട് അവരുടെ മീറ്റിംഗ് റൂമുകളും ബോൾ റൂംസുകളും പിന്നീട് ഇതുപോലെയുള്ള ചെറിയ ഷോപ്പുകളും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മിനി ലൈബ്രറി പിന്നെ ഒരു TV യൂണിറ്റും ഉണ്ട്. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാം. സെവൻത് ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം അവൈലബിൾ ആയിട്ടുള്ളത്. റൂമിലേക്ക് വരുമ്പം ലിഫ്റ്റ് ഇറങ്ങിയുള്ള ഏരിയ ആയിരുന്നു അത്. ഇതാണ് ഞങ്ങൾ 2 days സ്പെൻഡ് ചെയ്ത അൽ ഹബ്തൂറിലെ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഇത് വളരെ സ്പേഷ്യസ് ആയിരുന്നു. നല്ല എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള നല്ല വാം ടോൺസിലുള്ള ഒരു റൂമായിരുന്നു ഇത്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും അതിലുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ വാഷ്റൂം. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീംഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ആയിരുന്നു ഇത്. ഇവിടെ സൈഡിലായിട്ട് നമുക്കൊരു മിനി ബാർ യൂണിറ്റും ഒരു കോഫി യൂണിറ്റ് ഏരിയ ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള പോലെ നമുക്കത് ആക്സസ് ചെയ്യാം. പിന്നെ മിനി ബാർ യൂണിറ്റിൽ നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പേ ചെയ്യണം. ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. എയിം ദുബായിയുടെ വ്യൂ ആണുള്ളത്. ഇവിടെ 3 ടൈപ്പ് ഓഫ് റൂം നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എയിം ദുബായിയുടെ വ്യൂ ഉള്ളത്, 2 സ്കൈലൈൻ്റെ വ്യൂ ഉള്ളത്, 3 സീ വ്യൂ ഉള്ളതുമാണ്. ഞങ്ങൾ എടുത്തത് ഇവിടുത്തെ എയിം ദുബായിയുടെ വ്യൂ ഉള്ളതായിരുന്നു. ഇവർക്ക് പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. പിന്നെ ഇവർക്ക് മൾട്ടിപ്പിൾ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. അതിനകത്ത് ഫാമിലി പൂളും ഉണ്ട്. അതിൽ വാട്ടർ സ്ലൈഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സ്പ്ലാഷ് ഏരിയാസും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജെറ്റ് സ്കീ ചെയ്യാം, കയാക്ക് ചെയ്യാം, സെയിൽ ചെയ്യാം. ഇതൊക്കെ അവരുടെ ബീച്ച് സൈഡിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസാണ്. തേർഡ് ഫ്ലോറിലാണ് ഇവർക്ക് ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. ഇത് അവരുടെ ഇൻഫിനിറ്റി പൂൾ ഏരിയയാണ്. ഇവിടെ നിന്ന് നോക്കിയ ആൾക്കാരിങ്ങനെ പാരാസൈൽ ചെയ്യുന്നതും പിന്നെ സ്കൈ ദുബായിയുടെ
ആൾക്കാർ ഡൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നതും കാണാൻ പറ്റും. ഈ ഇൻഫിനിറ്റി പൂൾ ഏരിയയിൽ നോക്കിയാൽ നമുക്ക് എയിം ദുബായ് കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഒരു സൈഡിൽ കാണാൻ പറ്റുന്ന യോട്ട് ഏരിയ ആണ് മറീനയിലെ. അതൊരു പ്രത്യേക വൈബാണ്. ഇൻഫിനിറ്റി പൂൾ ആക്സസ് രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ് അവർ കൊടുക്കുന്നത്. ഇവർക്കിവിടെ ടെന്നീസ് കോർട്ടുണ്ട്, ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്, സ്പാ ഉണ്ട്, സോണ ഉണ്ട്, പിന്നെ ലാൻഡ്സ്കേപ്പ് ഗാർഡൻസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആക്സസ് ചെയ്യാം. ഇവിടെ സ്നൂക്കേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചവരെ നമ്മളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്ന് ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല പോർഷൻ ഉണ്ടായിരുന്നു ബിരിയാണി. ഇതവരുടെ ഒരു ചെറിയ മജ്ലിസ് ഏരിയയാണ്. അവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, പിക്കൊക്കെ എടുക്കാം. അതിനുശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് മറീന മോളിൽ പോയി. ഉച്ചയ്ക്ക് ശേഷം ചത്താപ്പച്ച സിനിമയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളവരുടെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പൂൾ ഏരിയ ഉള്ളത്. നമുക്ക് ബീച്ചിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് അവർ നമ്മളെ ബീച്ചിൽ കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇതവരുടെ ഗാർഡൻ ഏരിയയാണ്. ഇവിടെ നിന്നാൽ നമുക്കവർ അവിടെ പാരാസൈലിംഗ് ചെയ്യുന്നതും സ്കൈ ഡൈവ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. കുറേ നേരം നമുക്കങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാനും പറ്റും. ഇവരുടെ ജിമ്മാണിത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു. ഒരു ഉച്ചയാകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഈ സമയത്ത് നമുക്ക് ആൾക്കാരവിടെ ജെറ്റ് സ്കി ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഈ വീക്കെൻഡ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം ചെക്കൗട്ട് ചെയ്തു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.